ഹായ്, ഞാൻ 14 ഡേയ്സിൻ്റെ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് 90 ഡേയ്സ് ചെയ്തായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 36 ദിവസത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാര്യം ജോലി തിരക്ക്, യാത്ര, അതിനിടയ്ക്ക് നമ്മൾ എക്സസൈസ് ചെയ്യണം, എക്സസൈസ് വീഡിയോ എടുക്കണം, അത് അപ്ലോഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ജോലി തിരക്കായതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു 14 ദിവസത്തിൻ്റെ 6 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു 86 ദിവസം വരുമെന്ന് തോന്നുന്നു. 86 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും ഇത് ജോയിൻ ചെയ്യാമെങ്കിൽ ഇതിന് എക്സസൈസ് വീഡിയോസും ഇതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യും. എക്സസൈസ് വീഡിയോസിലും കാർഡിയോ ഉണ്ടാവും, ആബ്സുള്ള എക്സസൈസ് ഉണ്ടാവും, സ്ട്രെങ്ത് ട്രെയിനിങ് ഉണ്ടാവും. കാര്യം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർ മിക്കവാറും ചെയ്യുന്നത് കാർഡിയോ എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏതായാലും വെയിറ്റ് കുറയും. എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെൽത്തി ആയിട്ട് നല്ല ബോഡി ഷേപ്പിൽ വെയിറ്റ് കുറയ്ക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഹാരം കൺട്രോൾ ചെയ്ത് വെയിറ്റ് കുറയ്ക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ് ഹെയർ ലോസ്, സ്കിന്നിന് ഡള്ളാകും, പിന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും. നമ്മൾ ആരോഗ്യപരമായിട്ട് വെയിറ്റ് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ബോഡിയാണ് കിട്ടുന്നത്, ഷേപ്പിലുള്ള ഹെൽത്തി ബോഡിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ കറണ്ട് വെയിറ്റ് 82 കിലോയാണ്. ഞാൻ 62 കിലോ ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിനായിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ലോസ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനായിട്ട് എൻ്റെ ലൈഫിൽ കുറേയേറെ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അതിലെന്താണെന്ന് നോക്കാം. ഒന്നാമത്തത്, രാവിലെ ദിവസവും 4:30 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കും. ഈ 4:30 മണി എന്നുള്ളത് മാറ്റം ഇല്ല. എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എക്സസൈസ് ചെയ്യും. എക്സസൈസ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കും. എന്താണ് കുക്ക് ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം എഴുതി വെക്കും. അങ്ങനെ ഒരു 2 മണിക്കൂർ എനിക്കുള്ള സമയമാണ്. കാര്യം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ കോൾസ്, ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരത്തില്ല. നമ്മൾ നേച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാനും ഫാറ്റ് ലോസിന് ഏർലി മോർണിംഗ് ചെയ്യുന്നതാണ്, എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഏറ്റവും എളുപ്പത്തിൽ ഫാറ്റ് ലോസ് നടക്കുന്നത്. പിന്നെ സമയമില്ലാത്തവർക്ക് ഈവനിങ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഏർലി മോർണിംഗ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ്, മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കി. മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സിലുള്ള മധുരം ഞാൻ കഴിക്കും. ഫൈബ്രോട് കൂടി വരുന്ന മധുരം ആയതുകൊണ്ട് ഫ്രൂട്ട്സിലെ മധുരം നമുക്ക് അധികം ദോഷം ചെയ്യത്തില്ല, വെയിറ്റ് ഗെയിന് കാരണമാകത്തില്ല. എന്നും പറഞ്ഞ് എല്ലാ ഫ്രൂട്ട്സും കഴിക്കത്തില്ല. ചക്ക, മാങ്ങ, ചിക്കു, പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കത്തില്ല. തിരിച്ച് കഴിക്കുന്നത് ഗ്രീൻ ആപ്പിൾ, പേരയ്ക്ക, മാതളം, തണ്ണിമത്തങ്ങ അങ്ങനെയുള്ള ഫ്രൂട്ട്സാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഡ്രൈ ഫിഗും കഴിക്കും. പിന്നെ സീഡുള്ള കറുത്ത ഉണക്ക മുന്തിരിങ്ങ അതും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രൈ ഫ്രൂട്ട്സ് 2 ഐറ്റം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. കാര്യം ഇവർ ഉണക്കുമ്പോൾ ഒരുപാട് ഷുഗർ കൂടെ ചേർത്താണ് ഉണക്കുന്നത്. അത് നമുക്ക് വെയിറ്റ് ഗെയിന് കാരണമാവും. അതുകൊണ്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒഴിവാക്കിയിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ഒരുപാട് ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും നല്ലോണം ഫുഡ് കഴിച്ചുകൊണ്ടല്ലേ നന്നായിട്ട് വണ്ണം വെച്ചിരുന്നു. തീർച്ചയായിട്ടും അതെ. പക്ഷേ അത് നേരത്തെ കഴിച്ച കാർബോഹൈഡ്രേറ്റ്സ് ലിമിറ്റ് കഴിഞ്ഞ് കഴിച്ചുകൊണ്ടാണ് വണ്ണം വെച്ചത്. ഇപ്പം നല്ല പോഷക മൂല്യമുള്ള കാലറി കുറഞ്ഞ ഫുഡ് ഒരുപാട് കഴിച്ചുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നത്. കാര്യം ഡയറ്റ് എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും ഒന്നുകിൽ മീൽസ് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കും. ഈ 2 കാര്യങ്ങളും മെറ്റബോളിസം സ്ലോ ആയിട്ട് വെയിറ്റ് കുറയാതിരിക്കാൻ ഒരു കാരണമാകും. അതുകൊണ്ട് നല്ല രീതിയിൽ ഫുഡ്, നല്ല പോഷക മൂല്യമുള്ള കാലറി കുറഞ്ഞ ഫുഡ് നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റും കൂടെ നടത്തിയിട്ട് സപ്ലിമെൻറ്റ് വേണമെങ്കിൽ കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് ജേർണി സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ കാൽസ്യം എടുക്കുന്നുണ്ട്, മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സും എടുക്കുന്നുണ്ട്. അപ്പം ഈ വെയിറ്റ് ലോസ് ജേർണി സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഞാനൊരു ഹസ്ബൻഡ് കൂടെ കൂട്ടിയിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ വെയിറ്റ് 83 കിലോ ഉണ്ട്. 75 കിലോ ആവാനാണ് നോക്കുന്നത്. കാര്യം ഒറ്റയ്ക്ക് ഞാൻ നമ്മുടെ ഡയറ്റിലെ ഫുഡ് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നല്ല പാലപ്പം, സ്റ്റൂ ഒക്കെ കഴിക്കുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാനിവിടെ ഓട്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പാലപ്പവും സ്റ്റൂ എല്ലാം കഴിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നല്ല മണമൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ കയറി ഫുഡെല്ലാം കഴിക്കും. പക്ഷേ ഇപ്പോൾ അതെല്ലാം നിർത്തിയിട്ടുണ്ട്. പുറത്തെ ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എല്ലാം നമ്മളുണ്ടാക്കുന്ന ഫുഡ് തന്നെ. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പം എണ്ണ, തേങ്ങ, ഉപ്പിൻ്റെ അളവെല്ലാം കുറച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഹസ്ബൻഡ് നല്ല ഇൻട്രസ്റ്റഡ് ആണ്. എപ്പോഴെങ്കിലുമൊക്കെ ഡയറ്റ് ചെയ്യുന്നത് ഞാനിങ്ങനെ ചീറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ എന്തിനായി സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണം, അതുകൊണ്ട് അതൊന്നും അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കില്ലെന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് കൂടെയുണ്ട്, പക്കയായിട്ട് കൂടെയുണ്ട്. നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ, വീട്ടിലുള്ള ആളാണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഫ്രണ്ടോ കസിൻസോ ആരെങ്കിലും ഒരാൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും നല്ല. 1, 2, 3 പേര് ഇൻക്ലൂഡ് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ആകുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട കാര്യം ഒരു ഡിജിറ്റൽ വെയിങ് മെഷീനാണ്. നമ്മൾ ഡെയിലി വെയിറ്റ് കുറയും.
100, 200, 300 ഗ്രാമൊക്കെ വെച്ച് ഡെയിലി കുറയും. അത് നമ്മൾ ഏർലി മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം വെയിറ്റ് നോക്കാൻ. കുറഞ്ഞ എല്ലാ ദിവസത്തെ വെയിറ്റ് ഒന്ന് എഴുതിയിടണം. ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. കാര്യം ചില ദിവസങ്ങൾ വെയിറ്റ് കൂടിയതായിട്ട് കാണും. ചില പ്രത്യേകതരം ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ വെള്ളം അബ്സോർവ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വെയിറ്റ് കൂടുതലായിട്ട് തോന്നും. ചിലപ്പോൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ വെയിറ്റ് നോക്കുവാണെങ്കിൽ ജലാംശം കുറഞ്ഞ സമയത്ത് വെയിറ്റ് കുറഞ്ഞായിട്ട് തോന്നിക്കും. അതുകൊണ്ട് എപ്പോഴും ഏർലി മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ വെയിറ്റ് നോക്കിയിട്ട് ആ വെയിറ്റ് എഴുതിയിടുക. എൻ്റെ വെയിങ് മെഷീൻ വർഷങ്ങളോളമുള്ള വെയിങ് മെഷീനാണ്, സാംസോ കമ്പനിയുടെയാണ്. പക്ഷേ അതിപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഞാൻ വേറെ വെയിങ് മെഷീൻ വാങ്ങിച്ചായിരുന്നു, അത് എറർ കാണിക്കുകയാണ്, അക്യുറേറ്റ് അല്ല അത്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ നിൽക്കുവാണ്. അതിനായിട്ട് ഞാൻ ആമസോണിൽ സാംസോ കമ്പനിയുടെ തന്നെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 16-ാം തീയതി വരും. അപ്പം നിങ്ങളുടെ ഡിജിറ്റൽ വെയിങ് മെഷീൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും വാങ്ങണം. നല്ല സാംസോ കമ്പനി വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത നല്ലതാണ്. ഒരു വർഷം 1 ഇയർ ഗ്യാരണ്ടി വരുന്നുണ്ട്. അത് പുതിയ മെഷീൻ വന്നിട്ട് ഞാനത് കാണിച്ചു തരാം. പുതിയ മെഷീൻ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് 40 മിനിറ്റിൻ്റെ എക്സസൈസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാർഡിയോ ഉണ്ട്, ആപ്സുകളുണ്ട്, പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ഉണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഈ എക്സസൈസ് ആണ് 14 ദിവസം ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കും ഈ എക്സസൈസ് വീഡിയോസ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾ ഈ എക്സസൈസിനോടൊപ്പം ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ എൻ്റെ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പോട്ട ഈറ്റിനിടെയൊക്കെ ഇടയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ വീഡിയോയും ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇടാം. അതെല്ലാം നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണം. അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഞാൻ രാവിലെ മിക്കവാറും ദിവസം രാവിലെ കഴിക്കുന്ന എഗ് വൈറ്റ് കൊണ്ടുള്ള ഓംലെറ്റും ഒരു ചെറിയ കപ്പ് ഓട്സ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, നട്ട്സ് ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ മോർണിംഗ് സ്നാക്കായിട്ട് കഴിക്കുന്നത് പപ്പായാണ്. മിക്കവാറും എനിക്ക് പപ്പായ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാര്യം നമ്മുടെ വെയിറ്റ് ലോസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഇതേപോലൊരു ഫ്രൂട്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ സ്റ്റൊമക്ക് ക്ലീൻ ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പപ്പായ. സ്കിന്നൊക്കെ നല്ലതാണ്. കുറച്ച് പപ്പായ എടുത്ത് മുഖത്ത് ക്ലീൻ ചെയ്യാം ആ സമയം. പിന്നെ ലഞ്ചിന് ഞാൻ കഴിക്കുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ കൂടെ പ്രോട്ടീനുള്ള കറി, കടലക്കറിയോ ദാലോ രാജ്മ കറിയോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ ചേരുന്ന ഇതാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ എഗ്ഗിൻ്റെ കറി ഇതാണ് കഴിക്കുന്നത്. നിങ്ങൾ ഫിഷും ചിക്കനും കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. നല്ല പ്രോട്ടീൻ്റെ സോഴ്സാണ്. വെയിറ്റ് എളുപ്പം കുറയാൻ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഞാൻ ഫിഷ് ചിക്കനൊന്നും ഞാൻ കഴിക്കുന്നില്ല, എഗ്സ് മാത്രമാണ് കഴിക്കുന്നത്. പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് വെജിറ്റബിൾ സാലഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. വെജിറ്റബിൾസ് എല്ലാം കൂടെ അരിഞ്ഞിട്ടുള്ള നാരങ്ങ നീരും ഉപ്പും കുരുമുളകും പിന്നിട്ടുള്ള സാലഡ്. പിന്നെ ഈവനിങ്ങിന് എനിക്ക് സൂപ്പാണ് ഏറ്റവും ഇഷ്ടം. കാര്യം രാവിലെ 9 മണിക്ക് ഷോപ്പിൽ പോയാൽ വൈകുന്നേരം 9 മണിക്കാണ് തിരിച്ച് വരുന്നത്. രാവിലെ നേരത്തെ ഉണ്ടാക്കുന്ന സൂപ്പ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ചപ്പാത്തി തന്നെയാണ് വൈകുന്നേരം കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച അങ്ങനെ പറഞ്ഞ ദിവസം എല്ലാം ഒരു നേരം സൂപ്പാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വെറും വെജിറ്റബിൾ കൊണ്ടുള്ള സൂപ്പ് മാത്രമല്ല അത് പ്രോട്ടീന് വേണ്ടി ദാലോ മുളപ്പിച്ച ചെറുപയറോ എന്തെങ്കിലും ഇട്ടിട്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പ്രോട്ടീനും കിട്ടും നമുക്ക്. ഓരോ മീൽസിനൊപ്പം സ്നാക്കിനൊപ്പം പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ പങ്കെടുക്കാം. കാര്യം നമ്മളിത് ഡിവൈഡ് ചെയ്ത് 14 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6-7 സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിനെ കുറിച്ച് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാതെ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഒന്നും ചെയ്യേണ്ട, ഷൂസ് മാത്രം ഇട്ടാൽ മതി. 2-ാമത്തെ ദിവസം എഴുന്നേറ്റ് പോയി ഡോർ ഒന്ന് തുറക്കുക. 3-ാമത്തെ ദിവസം ജിമ്മിലെത്തുക. 4-ാമത്തെ ദിവസം ചെറിയ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായാലും ഞാൻ മെനക്കെട്ട് ഇത്രയും കഴിഞ്ഞ് ജിമ്മിൽ വരുന്നുണ്ടല്ലോ, എന്നിട്ട് എക്സസൈസ് കൂടെ ചെയ്തേക്കാന്ന് പറയും. ഗ്രാജുവലി 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സമയമാണ് എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്ര സമയം നിങ്ങൾ എക്സസൈസ് ചെയ്യും. അങ്ങനെ എക്സസൈസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമ്മളും ഇങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ എന്തായാലും 20 കിലോ കുറയ്ക്കാനൊന്നും പോകുന്നില്ല. പടിപടിയായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റും. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഞാനും ഒക്കെ ഒരുപാട് തവണ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെയിലായ ആൾക്കാരാണ്. അതൊന്നും സാരമില്ല. പാസ്റ്റ് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് മറന്നേക്കാം. പക്ഷേ പാസ്റ്റ് നമ്മൾ പഠിച്ച ലെസൺസ് അതൊരിക്കലും മറക്കരുത്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ജേർണി സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഇതിന് മുൻപത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് വീഡിയോ എഡിറ്റിങ് ഭയങ്കര പാടാണ്, ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാവുന്നവർക്ക് അറിയാം, എനിക്ക് ഷോപ്പുണ്ട്. ഷോപ്പിൽ സമയം എന്ന് പറയുമ്പോൾ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ ആണെങ്കിലും അവിടെ നമുക്ക് ഇരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. ഈ 12 മണിക്കൂറല്ല, നമ്മൾ 24 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. ഓണ സമയം ടെക്സ്റ്റൈൽസിലൊക്കെ നിങ്ങൾക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര തിരക്കല്ലേ.
അപ്പോൾ വർഷത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ് ഓണസമയം. അപ്പോൾ അതിന് എല്ലാവരും ഇരട്ടി വർക്ക് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള സമയമാണ്. എന്നാലും എൻ്റെ സ്റ്റാഫ് കുറേ പേര് പറഞ്ഞു ഈ സമയത്ത് ഈ വെയിറ്റ് ലോസ് ജേർണി ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കും നാളെ നീളെ പോവാതെ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും എന്നോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സക്സസ് ആവും. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല വീഡിയോ, ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.